ഹായ് ഫ്രണ്ട്സ്, എജുപ്ലസ് ലേണിംഗ് ക്ലാസ്സസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചോദ്യങ്ങളാണ്. 2024-25 വർഷങ്ങളിലായിട്ട് PSC എക്സാം എഴുതാൻ പോകുന്ന എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്ന തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണ്. നമുക്ക് നോക്കാം. ആദ്യത്തെ ചോദ്യം, 2024 ഫെബ്രുവരിയിൽ ISRO വിക്ഷേപിക്കാൻ ഉദ്ദേശിക്കുന്ന പുതിയ കാലാവസ്ഥാ നിരീക്ഷണ ഉപഗ്രഹം. ഓപ്ഷൻസ്: ഇൻസാറ്റ് 3DS, ഇൻസാറ്റ് 2DS, ഇൻസാറ്റ് 4DS, ഇൻസാറ്റ് DS. ആൻസർ ഓപ്ഷൻ എ ആണ്. ഇൻസാറ്റ് 3DS ആണ്. 2024 ഫെബ്രുവരിയിൽ ISRO വിക്ഷേപിക്കാൻ ഉദ്ദേശിക്കുന്ന പുതിയ കാലാവസ്ഥ ഉപഗ്രഹമാണ് ഇൻസാറ്റ് 3DS. ഇൻസാറ്റ് 3DSൻ്റെ വിക്ഷേപണ വാഹനമാണ് GSLV F-14. GSLV F-14 ഇൻസാറ്റ് 3DSൻ്റെ വിക്ഷേപണം. ഇന്ത്യയിൽ എല്ലായിടത്തും അതിവേഗ ഇൻ്റർനെറ്റ് 48 Gbps ലഭ്യമാക്കുന്നതിന് വേണ്ടി ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡ് വികസിപ്പിച്ച ആശയവിനിമയ ഉപഗ്രഹമാണ് GSAT-20. ഇന്ത്യയിൽ എല്ലായിടത്തും അതിവേഗ ഇൻ്റർനെറ്റ് ലഭ്യമാക്കുന്നതിനായി ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡ് വികസിപ്പിച്ച ആശയവിനിമയ ഉപഗ്രഹമാണ് GSAT-20. അതുപോലെ പൂർണ്ണമായും വനിതകളുടെ മേൽനോട്ടത്തിൽ ഇന്ത്യയിൽ ആദ്യമായി നിർമ്മിച്ച ഉപഗ്രഹമാണ് VSAT. പൂർണ്ണമായും വനിതകളുടെ മേൽനോട്ടത്തിൽ ഇന്ത്യയിൽ ആദ്യമായി നിർമ്മിച്ച ഉപഗ്രഹമാണ് VSAT. നാസയുടെ ചൊവ്വ പര്യവേക്ഷണത്തിൻ്റെ ഭാഗമായി പെർസീവറൻസ് പേടകത്തിനൊപ്പം അയച്ച ചെറു ടെലികോപ്റ്ററാണ് ഇൻജെന്യൂയിറ്റി. നാസയുടെ ചൊവ്വ പര്യവേക്ഷണത്തിൻ്റെ ഭാഗമായി പെർസീവിയറൻസ് പേടകത്തിനൊപ്പം അയച്ച ചെറു ടെലികോപ്റ്ററാണ് ഇൻജെന്യൂയിറ്റി. 2023 മെയ് 29 ISRO വിക്ഷേപിച്ച രണ്ടാം തലമുറ ഗതി നിർണയ ഉപഗ്രഹമാണ് NVS-01. 2023 മെയ് 29 ISRO വിക്ഷേപിച്ച രണ്ടാം തലമുറ ഗതി നിർണയ ഉപഗ്രഹമാണ് NVS-01. 2024 ഓസ്ട്രേലിയൻ ഓപ്പൺ ടെന്നീസ് പുരുഷ സിംഗിൾസ് കിരീടം നേടിയത് ആര്? ഓപ്ഷൻസ്: ഡാനിയൽ മെദ്വദേവ്, ജാനിക് സിന്നർ, നൊവാക് ജോക്കോവിച്ച്, ഡൊമിനിക് തീം. ആൻസർ ജാനിക് സിന്നർ ആണ്. 2024 ഓസ്ട്രേലിയൻ ഓപ്പൺ ടെന്നീസ് പുരുഷ സിംഗിൾസ് കിരീടം നേടിയ വ്യക്തിയാണ് ജാനിക് സിന്നർ. ഇറ്റാലിയൻ താരമാണ് ജാനിക് സിന്നർ. അദ്ദേഹം ഫൈനലിൽ റഷ്യയുടെ ഡാനിൽ മെദ്വദേവിനെയാണ് പരാജയപ്പെടുത്തിയത്. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ഗ്രാൻഡ് സ്ലാം ആണ് ഈ വർഷം കരസ്ഥമാക്കിയിട്ടുള്ളത്. ഇറ്റാലിയൻ താരമായിട്ടുള്ള ജാനിക് സിന്നറിൻ്റെ ആദ്യ ഗ്രാൻഡ് സ്ലാം ആയിരുന്നു 2024 ഓസ്ട്രേലിയൻ ഓപ്പൺ പുരുഷ ടെന്നീസ് കിരീടം. 2023 ഓസ്ട്രേലിയൻ ഓപ്പൺ കിരീടം നേടിയത് നൊവാക് ജോക്കോവിച്ച് ആണ്. 2023 ഓസ്ട്രേലിയൻ ഓപ്പൺ കിരീടം നേടിയ വ്യക്തി നൊവാക് ജോക്കോവിച്ച് ആണ്. 2024 ഓസ്ട്രേലിയൻ ഓപ്പൺ ടെന്നീസ് വനിതാ സിംഗിൾസ് കിരീടം നേടിയത് ആര്യാന സബലെങ്ക. ബെലാറസുകാരിയായിട്ടുള്ള ആര്യാന സബലെങ്കയാണ് 2024 ഓസ്ട്രേലിയൻ ഓപ്പൺ ടെന്നീസ് വനിതാ സിംഗിൾസ് കിരീടം കരസ്ഥമാക്കിയത്. 2024 ഓസ്ട്രേലിയൻ ഓപ്പൺ ടെന്നീസ് വനിതാ സിംഗിൾസ് കിരീടം കരസ്ഥമാക്കിയ വ്യക്തിയാണ് ബെലാറസുകാരിയായിട്ടുള്ള ആര്യാന സബലെങ്ക. അടുത്തത് 2022 സെപ്റ്റംബറിൽ സജീവ ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ച ഇന്ത്യൻ വനിതാ ഇതിഹാസ താരമാണ്. ഓപ്ഷൻസ്: ദീപ്തി ശർമ്മ, ശിഖ പാണ്ഡെ, ജുലൻ ഗോസ്വാമി, പൂനം യാദവ്. ആൻസർ ജുലൻ ഗോസ്വാമിയാണ്. 2022 സെപ്റ്റംബറിൽ സജീവ ക്രിക്കറ്റിൽ നിന്നും വിരമിച്ച ഇന്ത്യൻ വനിതാ ഇതിഹാസ താരമാണ് ജുലൻ ഗോസ്വാമി. 3 ഫോർമാറ്റിലായി രാജ്യാന്തര വനിതാ ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ പേരെ പുറത്താക്കിയ ബൗളറാണ് ജുലൻ ഗോസ്വാമി. 3 ഫോർമാറ്റിലുമായി രാജ്യാന്തര വനിതാ ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ പേരെ പുറത്താക്കിയ ബൗളറാണ് ജുലൻ ഗോസ്വാമി. ജുലൻ ഗോസ്വാമിയുടെ ജീവിതം ആസ്പദമാക്കിക്കൊണ്ട് എടുത്തിട്ടുള്ള ചിത്രമാണ് പ്രോസിത് റോയ് സംവിധാനം ചെയ്ത ഛക്ദ എക്സ്പ്രസ്. ജുലൻ ഗോസ്വാമിയുടെ ജീവിതം ആസ്പദമാക്കി പ്രോസിത് റോയ് സംവിധാനം ചെയ്ത സിനിമയാണ് ഛക്ദ എക്സ്പ്രസ്സിൽ ജുലനായി അഭിനയിച്ചത് അനുഷ്ക ശർമ്മയാണ്. 2023 മെറിൽ ബോൺ കമ്മിറ്റിയിൽ ഉൾപ്പെട്ട ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് താരമാണ് ജുലൻ ഗോസ്വാമി.
2023 മെറിൽ ബോൺ കമ്മിറ്റിയിൽ ഉൾപ്പെട്ട ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് താരമാണ് ജുലൻ ഗോസ്വാമി. മെറിൽ ബോൺ എന്ന് പറയുന്നത് ഒരു ക്രിക്കറ്റ് ക്ലബ്ബാണ്. ഇന്ത്യയിൽ ഏത് സംസ്ഥാനത്താണ് ആദ്യമായി കായിക ഉച്ചകോടി സംഘടിപ്പിച്ചത്? ഓപ്ഷൻസ്: കേരളം, തമിഴ്നാട്, കർണാടക, ഉത്തർപ്രദേശ്. ആൻസർ ഓപ്ഷൻ എ ആണ് കേരളം. ഇന്ത്യയിൽ ഏത് സംസ്ഥാനത്താണ് ആദ്യമായി കായിക ഉച്ചകോടി സംഘടിപ്പിച്ചത്? ആദ്യമായി ഇന്ത്യയിൽ കായിക ഉച്ചകോടി സംഘടിപ്പിച്ചത് കേരളത്തിലാണ്. ആദ്യത്തെ കായിക ഉച്ചകോടി ആരംഭിച്ചത് 2024 ജനുവരി 23-നാണ്. പ്രഥമ കായിക ഉച്ചകോടി ആരംഭിച്ചത് 2024 ജനുവരി 23-നാണ്. ഈ ഒരു ഉച്ചകോടി ഉദ്ഘാടനം ചെയ്തത് കേരള മുഖ്യമന്ത്രിയായിട്ടുള്ള പിണറായി വിജയനാണ്. കേരളത്തിലെ നിലവിലെ കായിക വകുപ്പ് മന്ത്രിയാണ് വി അബ്ദുറഹിമാൻ. കേരളത്തിലെ നിലവിലെ കായിക വകുപ്പ് മന്ത്രിയാണ് വി അബ്ദുറഹിമാൻ. രാജ്യാന്തര കായിക ഉച്ചകോടിയുടെ ഭാഗമായി എല്ലാവർക്കും കായികക്ഷമത എന്ന ലക്ഷ്യത്തോടെ കേരളം ഒന്നായി നടക്കുന്ന പരിപാടിയുടെ പേരാണ് കെ വാക്ക്. രാജ്യാന്തര കായിക ഉച്ചകോടിയുടെ ഭാഗമായി എല്ലാവർക്കും കായികക്ഷമത എന്ന ലക്ഷ്യത്തോടെ കേരളം ഒന്നായി നടക്കുന്ന പരിപാടിയുടെ പേരാണ് കെ വാക്ക്. തിരുവനന്തപുരം കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്പോർട്സ് ഹബ്ബിലാണ് കായിക ഉച്ചകോടി നടന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ കായിക ഉച്ചകോടി നടന്നത് തിരുവനന്തപുരം കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്പോർട്സ് ഹബ്ബിലാണ്. അടുത്തത് 2024 പത്മശ്രീ പുരസ്കാരം ലഭിച്ച പ്ലാസ്റ്റിക് സർജറി വിദഗ്ധ ആര്? പ്ലാസ്റ്റിക് സർജറി വിദഗ്ധ. ഓപ്ഷൻസ്: ദേവി ഷെഡ്ഡി, പ്രേമ ധൻരാജ്, ആനന്ദിബായ് ജോഷി, കാമിനി റാവു. ആൻസർ ഓപ്ഷൻ ബി ആണ്, പ്രേമ ധൻരാജ് ആണ്. 2024 പത്മശ്രീ പുരസ്കാരം ലഭിച്ച പ്ലാസ്റ്റിക് സർജറി വിദഗ്ധയാണ് പ്രേമ ധൻരാജ്. പൊള്ളലേറ്റ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന സ്ത്രീകൾക്കും കുട്ടികൾക്കുമായി അവർക്ക് ചികിത്സ നൽകുന്നതിനും സമഗ്ര പുനരധിവാസവും നൽകുന്നതിനായി ബംഗളൂരു ആസ്ഥാനമായി പ്രേമ ധൻരാജ് രൂപീകരിച്ച സംഘടനയാണ് അഗ്നിരക്ഷ എന്ന സംഘടന സ്ഥാപിച്ചത് ആര് എന്ന് ചോദിക്കുകയാണെങ്കിൽ പ്രേമ ധൻരാജാണ്. 2024 പത്മശ്രീ ലഭിച്ചിട്ടുള്ള പ്ലാസ്റ്റിക് സർജറി വിദഗ്ധയാണ് പ്രേമ ധൻരാജ്. ബംഗളൂരു ആസ്ഥാനമായി സ്ഥാപിച്ച സംഘടനയുടെ പേരാണ് അഗ്നിരക്ഷ. ഇതിൻ്റെ ലക്ഷ്യം പൊള്ളലേറ്റ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന സ്ത്രീകൾക്കും കുട്ടികൾക്കുമായി ചികിത്സയും സമഗ്ര പുനരധിവാസവും നൽകുക എന്നുള്ളതാണ്. അതുപോലെ 2024 റിപ്പബ്ലിക് ദിനത്തിൽ പത്മശ്രീ പുരസ്കാരം ലഭിച്ച ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ പാപ്പാനാണ് ഹസ്തി കന്യ എന്ന പേരിൽ അറിയപ്പെടുന്ന പാർവതി ബറുവ. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ പാപ്പാനാണ് പാർവതി ബറുവ. 2024 ഇവർക്ക് പത്മശ്രീ അവാർഡ് ലഭിച്ചു. ഇവരെ അറിയപ്പെടുന്ന പേരാണ് ഹസ്തി കന്യ എന്ന പേരിൽ അറിയപ്പെടുന്നത് പാർവതി ബറുവ. ജാർഖണ്ഡിലെ ഗോത്ര പരിസ്ഥിതി വനിതാ ശാക്തീകരണ പ്രവർത്തനങ്ങൾക്ക് വനിതകളുടെ നേതൃത്വത്തിൽ സഹയോഗി മഹിള ബാഗ്രേസായ് എന്ന സംഘടന സ്ഥാപിച്ച പത്മശ്രീ ജേതാവാണ് ചാമി മുർമു. ജാർഖണ്ഡിലെ ഗോത്ര പരിസ്ഥിതി വനിതാ ശാക്തീകരണ പ്രവർത്തനങ്ങൾക്ക് വനിതകളുടെ നേതൃത്വത്തിൽ സ്ഥാപിച്ച സംഘടനയാണ് സഹയോഗി മഹിള ബാഗ്രൈസായ്. ഇത് സ്ഥാപിച്ച പത്മശ്രീ ജേതാവാണ് ചാമി മുർമു. ഈ ഒരു സംഘടന സ്ഥാപിച്ചത് 2024 പത്മശ്രീ ജേതാവായിട്ടുള്ള ചാമി മുർമു ആണ്. ഫ്രാൻസിൽ നിന്നുള്ള 4 പേർക്ക് ഈ വർഷം പത്മ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. അവരുടെ പേരാണ് ഷാർലറ്റ് ചോപ്പിൻ, കിരൺ വ്യാസ്, പിയറി സിൽവേൻ ഫിലിയോസാറ്റ്, ഫ്രെഡ് നെഗ്രിറ്റ്. ഫ്രാൻസിൽ നിന്നുള്ള 4 പേർക്ക് ഈ വർഷം പത്മ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. അവരാണ് ഷാർലറ്റ് ചോപ്പിൻ, കിരൺ വ്യാസ്, പിയറി സിൽവേൻ ഫിലിയോസാറ്റ്, ഫ്രെഡ് നെഗ്രിറ്റ്. പത്മശ്രീ പുരസ്കാരം ലഭിക്കുന്ന ആദ്യത്തെ തെയ്യം കലാകാരനാണ് EP നാരായണൻ പെരുവണ്ണാൻ. പത്മശ്രീ പുരസ്കാരം ലഭിക്കുന്ന ആദ്യത്തെ തെയ്യം കലാകാരനാണ് EP നാരായണൻ പെരുവണ്ണാൻ. അടുത്തത് ഇന്ത്യയുടെ രണ്ടാമത്തെ സൈനിക ബഹുമതിയായ കീർത്തി ചക്ര പുരസ്കാരം 2024 ലഭിച്ചത് എത്ര പേർക്കാണ്? ഓപ്ഷൻസ്: 6 പേർക്ക്, 5 പേർക്ക്, 4 പേർക്ക്, 7 പേർക്ക്. ആൻസർ
ഓപ്ഷൻ എ ആണ്, 6 പേർക്കാണ് ലഭിച്ചിട്ടുള്ളത്. ഇന്ത്യയുടെ രണ്ടാമത്തെ സൈനിക ബഹുമതിയാണ് കീർത്തി ചക്ര. ഈ കീർത്തി ചക്ര പുരസ്കാരം 2024 ലഭിച്ചത് 6 പേർക്കാണ്. മേജർ ദിഗ്വിജയ് സിംഗ് റാവത്ത്, മേജർ ദിബേന്ദ്ര വിക്രം ബാസ്നെറ്റ്, ക്യാപ്റ്റൻ അൻഷുമാൻ സിംഗ്, ഹവിൽദാർമാരായ പവൻകുമാർ യാദവ്, അബ്ദുൾ മജീദ്, സിപ്പോയ് പവൻകുമാർ എന്നിവർക്കാണ് ധീരതയ്ക്കുള്ള കീർത്തിചക്ര പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. ഈ പേര് കാണാതെ പഠിക്കണമെന്നില്ല, ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വയ്ക്കാം. ധീരതയ്ക്കുള്ള ശൗര്യചക്ര അവാർഡ് ലഭിച്ചത് 16 പേർക്കാണ്. ധീരതയ്ക്കുള്ള അവാർഡാണ് ശൗര്യചക്ര. അത് 16 പേർക്കാണ് ലഭിച്ചത്. അതിൽ ഉൾപ്പെട്ട വ്യക്തികളാണ് ഫ്ലൈറ്റ് ലഫ്റ്റനൻറ്റ് ഋഷികേശ് ജയൻ കറുത്തേടത്ത്, മേജർ മാനിയോ ഫ്രാൻസിസ് എന്നിവർ. ലഫ്റ്റനൻറ്റ് കേണൽ ജി വിജയരാജന് ധീരതയ്ക്കുള്ള സേനാ മെഡൽ ലഭിച്ചിരുന്നു. ധീരതയ്ക്കുള്ള സേനാ മെഡൽ ലഭിച്ച വ്യക്തിയാണ് ലഫ്റ്റനൻറ്റ് കേണൽ ജി വിജയരാജൻ. കര, നാവിക, വ്യോമസേനകളിലായിട്ട് 31 പേർക്ക് പരമവിശിഷ്ട സേവാ മെഡൽ പ്രഖ്യാപിച്ചിരുന്നു. പരമവിശിഷ്ട സേവാ മെഡൽ കര, നാവിക, വ്യോമസേനകളിൽ നിന്നും 31 പേർക്കാണ് ലഭിച്ചത്. അതുപോലെ കീർത്തി ചക്ര ലഭിച്ച 6 പേരിൽ 3 പേർക്ക് മരണാനന്തര ബഹുമതിയായിട്ടാണ് പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. കീർത്തി ചക്ര ലഭിച്ച 6 പേർക്കാണ് കീർത്തി ചക്ര ലഭിച്ചതെന്ന് പറഞ്ഞു. അതിൽ 3 പേർക്ക് മരണാനന്തര ബഹുമതിയായിട്ടാണ് പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. അടുത്തത് 2024 ഓസ്കാർ പുരസ്കാരത്തിനുള്ള ഇന്ത്യയുടെ ഔദ്യോഗിക എൻട്രി ചിത്രം ഏതാണ്? ഓപ്ഷൻസ്: സുരറൈ പോട്ടർ, 2018, കൂഴങ്കൽ, RRR. ആൻസർ ഓപ്ഷൻ ബി ആണ്, 2018. 2024 ഓസ്കാർ പുരസ്കാരത്തിനുള്ള ഇന്ത്യയുടെ ഔദ്യോഗിക എൻട്രി ചിത്രമാണ് 2018. 2018 എന്ന സിനിമ സംവിധാനം ചെയ്തത് ജൂഡ് ആന്റണി ജോസഫ് ആണ്. 2018 എന്ന സിനിമ സംവിധാനം ചെയ്ത വ്യക്തിയാണ് ജൂഡ് ആന്റണി ജോസഫ്. ബാനു അത്തയ്യയ്ക്കാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് ഓസ്കാർ ലഭിച്ചത്. ഇന്ത്യക്കാരി, ആദ്യമായി ഓസ്കാർ നേടിയ ഇന്ത്യക്കാരിയാണ് ബാനു അത്തയ്യ. ഗാന്ധി സിനിമയിലെ വസ്ത്ര അലങ്കാരത്തിനായിരുന്നു ഈ ഒരു പുരസ്കാരം ബാനു അത്തയ്യയ്ക്ക് ലഭിച്ചത്. അതേപോലെ 2023 ഓസ്കാർ പുരസ്കാരത്തിൽ മികച്ച ഡോക്യുമെൻ്ററി ഷോർട്ട് ഫിലിമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ദി എലിഫൻ്റ് വിസ്പറേഴ്സ് ആണ്. 2023 ഓസ്കാർ പുരസ്കാരത്തിൽ മികച്ച ഡോക്യുമെൻ്ററി ഷോർട്ട് ഫിലിമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ദി എലിഫൻ്റ് വിസ്പറേഴ്സ്. 2023 ഓസ്കറിൽ മികച്ച ഒറിജിനൽ സോങ്ങിനുള്ള പുരസ്കാരം നേടിയത് RRRലെ നാട്ടു നാട്ടു എന്ന ഗാനമാണ്. 2023 ഓസ്കറിൽ മികച്ച ഒറിജിനൽ സോങ്ങിനുള്ള പുരസ്കാരം നേടിയത് RRRലെ നാട്ടു നാട്ടു എന്ന ഗാനമാണ്. ഈ ചിത്രത്തിന് സംഗീതം നിർവഹിച്ചത് MM കീരവാണിയാണ്. കീരവാണിയാണ് ഈ ഒരു ചിത്രത്തിന് സംഗീതം നിർവഹിച്ചിട്ടുള്ളത്. 2024 ഓസ്കാർ പുരസ്കാരത്തിൻ്റെ ഷോർട്ട് ലിസ്റ്റിൽ 2ാം ഘട്ടത്തിലേക്ക് കടന്ന ജാർഖണ്ഡ് കൂട്ടബലാത്സംഗം ആസ്പദമാക്കി നിഷ പഹൂജ നിർമ്മിച്ച ഡോക്യുമെൻ്ററിയാണ് ടു കിൽ എ ടൈഗർ. 2024 ഓസ്കാർ പുരസ്കാരത്തിൻ്റെ ഷോർട്ട് ലിസ്റ്റിൽ 2ാം ഘട്ടത്തിലേക്ക് കടന്ന ജാർഖണ്ഡ് കൂട്ടബലാത്സംഗം ആസ്പദമാക്കി നിഷ പഹൂജ നിർമ്മിച്ച ഡോക്യുമെൻ്ററിയുടെ പേരാണ് ടു കിൽ എ ടൈഗർ. നിഷ പഹൂജയാണ് നിർമ്മിച്ചിട്ടുള്ളത്. 2023 ICC പുരസ്കാരങ്ങളിൽ മികച്ച ഏകദിന താരമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഓപ്ഷൻസ്: പാറ്റ് കമ്മിൻസ്, രോഹിത് ശർമ്മ, മുഹമ്മദ് ഷമി, വിരാട് കോഹ്ലി. ആൻസർ ഓപ്ഷൻ ഡി ആണ്, വിരാട് കോഹ്ലി. 2023 ICC പുരസ്കാരങ്ങളിൽ മികച്ച ഏകദിന താരമായി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ് വിരാട് കോഹ്ലി. 4ാമത്തെ തവണയാണ് വിരാട് കോഹ്ലി മികച്ച ഏകദിന താരത്തിനുള്ള പുരസ്കാരം കരസ്ഥമാക്കുന്നത്. ഏറ്റവും കൂടുതൽ തവണ ICCയുടെ ഏകദിന താരമായി തിരഞ്ഞെടുക്കപ്പെട്ട താരവും വിരാട് കോഹ്ലിയാണ്. ഏറ്റവും കൂടുതൽ തവണ ICCയുടെ ഏകദിന താരമായി തിരഞ്ഞെടുക്കപ്പെട്ട താരമാണ് വിരാട് കോഹ്ലി. ഇന്ത്യൻ ക്രിക്കറ്റ് താരമാണ്. അതേപോലെ തന്നെ രാജ്യാന്തര ഏകദിനത്തിൽ 50 സെഞ്ചുറികൾ നേടിയ ആദ്യ താരമാണ് വിരാട് കോഹ്ലി. രാജ്യാന്തര ഏകദിനത്തിൽ 50 സെഞ്ചുറികൾ നേടിയ ആദ്യ താരമാണ് വിരാട് കോഹ്ലി. ഈ വർഷത്തെ ഏറ്റവും മികച്ച പുരുഷ ക്രിക്കറ്റർക്കുള്ള ഗാരി ഫീൽഡ് സോബേഴ്സ് ട്രോഫി ലഭിച്ചത് ഓസ്ട്രേലിയൻ ക്യാപ്റ്റനായിട്ടുള്ള പാറ്റ് കമ്മിൻസിനാണ്. ഈ വർഷത്തെ ഏറ്റവും മികച്ച പുരുഷ ക്രിക്കറ്റർക്കുള്ള ഗാരി ഫീൽഡ് സോബേഴ്സ് ട്രോഫി ലഭിച്ചത് ഓസ്ട്രേലിയൻ ക്യാപ്റ്റനായിട്ടുള്ള പാറ്റ് കമ്മിൻസിനാണ്. പാറ്റ് കമ്മിൻസ്.
അടുത്തത് 2024 75ാമത് റിപ്പബ്ലിക് ദിനത്തിലെ മുഖ്യ അതിഥി. ഓപ്ഷൻസ്: ഇമ്മാനുവൽ മാക്രോ, ഋഷി സുനക്, ജോ ബൈഡൻ, അബ്ദുൽ ഫത്താഹ് അൽ സീസി. ഇമ്മാനുവൽ മാക്രോ ആണ്. ഫ്രഞ്ച് പ്രസിഡന്റ് ആയിട്ടുള്ള ഇമ്മാനുവൽ മാക്രോ ആണ് 2024 75ാമത് റിപ്പബ്ലിക് ദിനത്തിലെ മുഖ്യ അതിഥി. ഇന്ത്യയിലെ റിപ്പബ്ലിക് ദിന പരേഡ് നടക്കുന്നത് കർത്തവ്യപഥിലാണ് റിപ്പബ്ലിക് ദിന പരേഡ് നടക്കുന്നത്. 2024 റിപ്പബ്ലിക് ദിന പരേഡിലെ പ്രമേയം വികസിത ഇന്ത്യ, ഇന്ത്യ ജനാധിപത്യത്തിൻ്റെ മാതാവ്. 2024 റിപ്പബ്ലിക് ദിന പരേഡിൻ്റെ പ്രമേയമാണ് വികസിത ഇന്ത്യ, ഇന്ത്യ ജനാധിപത്യത്തിൻ്റെ മാതാവ്. 2024 റിപ്പബ്ലിക് ദിന ആഘോഷങ്ങളുടെ ഭാഗമായി 75 രൂപയുടെ നാണയം കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയിരുന്നു. അതുപോലെ 2023 ഇന്ത്യയുടെ 74ാമത് റിപ്പബ്ലിക് ദിനാഘോഷത്തിൻ്റെ മുഖ്യ അതിഥിയായിരുന്നത് ഈജിപ്ഷ്യൻ പ്രസിഡന്റ് ആയിട്ടുള്ള അബ്ദുൽ ഫത്താഹ് ആണ്. അബ്ദുൽ ഫത്താഹ് അൽ സീസി ആണ് 2023 ഇന്ത്യയുടെ 74ാമത് റിപ്പബ്ലിക് ദിനാഘോഷത്തിൻ്റെ മുഖ്യ അതിഥിയായത്. ഇന്ത്യയുടെ ആദ്യ റിപ്പബ്ലിക് ദിനാഘോഷത്തിൻ്റെ മുഖ്യ അതിഥിയായ വ്യക്തിയാണ് അഹമ്മദ് സുകാർണോ. ഇന്ത്യയുടെ ആദ്യ റിപ്പബ്ലിക് ദിനാഘോഷത്തിൻ്റെ മുഖ്യ അതിഥിയായ വ്യക്തി ഇന്തോനേഷ്യൻ പ്രസിഡന്റ് ആയിട്ടുള്ള അഹമ്മദ് സുകാർണോ. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് ഈ ഒരു ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഈ ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ മറ്റുള്ളവർക്കൂടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതോടൊപ്പം വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെയായാലും കമൻറ്റിലൂടെ അറിയിക്കുക. നമുക്ക് മറ്റൊരു ക്ലാസ്സുമായി കാണാം. താങ്ക്